നിയമസഭയിൽ കണ്ട ഏറ്റവും മനോഹരമായ നിമിഷമായിരുന്നു ആ 8 മിനിറ്റ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള മറുപടി പറയാൻ UDF പിന്തുണയോടെ വിജയിച്ച ജി സുധാകരന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനുവദിച്ചത് 8 മിനിറ്റാണ്. അത് ധാരാളമായിരുന്നു ജി സുധാകരന്. കൊടുക്കാനുള്ളത് മുഴുവനായും സഭയിലെ CPM MLA സഖാക്കന്മാർക്കായി ജി സുധാകരൻ വീതം വെച്ച് നൽകി. CPMലെ ബുദ്ധിജീവികൾക്കിട്ടായിരുന്നു ആദ്യ കൊട്ട്. ഒന്നിനും ബുദ്ധിയില്ലെന്നും സർക്കാരുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് വല്ലതും നക്കാൻ കിട്ടുമോ എന്ന് നോക്കിയാണെന്നും ആഞ്ഞടിച്ചു. പിന്നാലെ CPMന്റെ കേരളിന്റെ മഞ്ഞക്കുറ്റി പറിച്ച് കാട്ടിൽ കളയാനുള്ള UDF സർക്കാരിന്റെ ഉത്തരവിനെ അദ്ദേഹം വാനോളം പുകഴ്ത്തി. കണ്ടവന്റെ അടുക്കളയിൽ കൊണ്ടുപോയി കുറ്റി നാട്ടിയിട്ടല്ല നവോത്ഥാനം ഉണ്ടാക്കേണ്ടതെന്നായിരുന്നു വിമർശനം. സംസ്ഥാനത്ത് ഇടതുപക്ഷം തകർന്ന് തരിപ്പണമാകാനുള്ള കാരണങ്ങളിലൊന്നാണ് മഞ്ഞക്കുറ്റിയടിക്കലെന്നും ജി സുധാകരൻ പിണറായി അടക്കം ഇരിക്കുന്ന സഭയിൽ വിളിച്ചു പറഞ്ഞു. UDF MLAമാർ കയ്യടികളോടെയാണ് ആ വാക്കുകൾ സ്വീകരിച്ചത്. തൊട്ടുപിന്നാലെ CPMന്റെ മുഖത്തിനിട്ട് അടുത്തയടി വന്നു. സഖാക്കന്മാരുടെ നിലപാടുകളെയാണ് വിമർശിച്ചത്. രക്തസാക്ഷി മണ്ഡപത്തിൽ മൂത്രമൊഴിക്കുന്നവർക്ക് എന്ത് നിലപാടെന്നായിരുന്നു ജി സുധാകരൻ ആഞ്ഞടിച്ച് പ്രതികരിച്ചത്. എന്ത് കിട്ടിയാലും കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ലെന്നും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുള്ള എത്രയെണ്ണം ഇവിടെയുണ്ടെന്നുമായി അടുത്ത ചോദ്യം. ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പുണ്ടാക്കാൻ VD സതീശന് സാധിച്ചുവെന്ന് പറഞ്ഞ ജി സുധാകരൻ ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. അത് പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുള്ള വിമർശനമായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. മഞ്ഞക്കുറ്റി പിഴുതെറിയാനുള്ള VD സതീശന്റെ ഉത്തരവ് ചരിത്രത്തിന്റെ ഭാഗമാകുമെന്ന് പറഞ്ഞ ജി സുധാകരൻ ആ വിവേകം കമ്മ്യൂണിസ്റ്റുകാർക്കില്ലാത്തതിന്റെ ഫലമാണ് അവർ അനുഭവിക്കുന്നതെന്നും എടുത്തു പറയുന്നുണ്ട്. ആ തീപ്പൊരി പ്രസംഗം ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. നമുക്ക് അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യണ്ട, ഞാൻ അദ്ദേഹത്തെ വിളിച്ചതാണ്. ശ്രീ ജി സുധാകരൻ സാർ, ഒരംഗത്തെ പ്രസംഗിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുന്ന ഏത് വകുപ്പ് പ്രകാരമാണെന്ന് അങ്ങ് പറയണം. ഞാൻ കൈകൊട്ടലിന് വേണ്ടി ഒന്നും പറയുന്നതല്ല. ഞാനൊരു സ്വതന്ത്രനായ ഒരു ജനകീയ MLA ആണ്. എന്നെ നിങ്ങൾ വിളിച്ചതിന് ശേഷം 3 തവണ എനിക്ക് വിളിക്കേണ്ടി വന്നു. ഒന്നും ശരിയായ കാര്യമല്ല. പറയേണ്ടവർക്ക് വേറെ സഭയുണ്ട്, അപ്പോൾ പറയണം. അങ്ങനെയാണ്. എല്ലാം ഒരുമിച്ച് പറഞ്ഞ് ഞങ്ങൾ തീർക്കണം, വാശി പിടിക്കരുത്. അപ്പോൾ എൻ്റെ അവകാശങ്ങളിന്മേൽ സഭയുടെ സംരക്ഷണം ഓരോ മെമ്പർക്കും ഉണ്ടാവേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനവും അതിന്മേൽ മെമ്പർ ശ്രീ വിൻസെൻ്റ് ഉന്നയിച്ച ഉപക്ഷേപവും അതിൻ്റെ എല്ലാ നല്ല കാര്യങ്ങളോടും യോജിക്കുന്നു. സർ, അടവുപരമായിട്ടുള്ള നയം സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് ലോകത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെ പഠിപ്പിച്ചത് മഹാനായ ലെനിനാണ്. 1 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്സ് ബാക്ക്വേഡ് എന്നാണ്. 1 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ 2 സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കണം. ആ ലെനിൻ്റെ അടവ് നയം CPM മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ മഞ്ഞക്കുറ്റി അപ്പോൾ തന്നെ അവർ തന്നെ ഊരുമായിരുന്നു. 1 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു പോയി, 2 സ്റ്റെപ്പ് പുറന്നോട്ട് വെക്കണം. ആ മഞ്ഞക്കുറ്റി ഇപ്പോൾ നാട്ടുകാർ ഊരിയില്ലേ. അതിന് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ആലോചിക്കാതെ കാണിച്ച വേണ്ടാധീനമാണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർക്ക് പോലും, അന്ന് ഞാൻ പാർട്ടിക്കകത്ത് തന്നെ ഉള്ള ആളാണ്, ആർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ അടുക്കളയിൽ കൊണ്ടിടുക. ഒരു സ്ത്രീയെ, ഒരു ക്രിസ്ത്യൻ ലേഡിയാണ്, സഹിച്ചറിയാരുടെ വീടിനടുത്തുള്ള ലേഡിയാണ്. അവരാണ് ആ സഹിച്ചറിയാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, അവരുടെ വീടിനടുത്തെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അവരെ കാലിൽ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ കാണിച്ചു. സാർ, ഇങ്ങനെയൊക്കെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുത്തില്ല തിരികെ. അങ്ങനൊരു ഗവൺമെൻറ് തിരിച്ചു വരില്ല. അത് ലോകത്തിൻ്റെ ചരിത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 1 സ്റ്റെപ്പ് ഫോർവേഡ്, 1 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. ആ സ്റ്റെപ്പ് ശരിയല്ലെങ്കിൽ 2 സ്റ്റെപ്പ് പുറത്തോട്ട് വെക്കണം. അതെല്ലാ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. സാർ, ഇവിടെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം പൊതുജനാരോഗ്യ സംവിധാനം, ഊർജ്ജസ്വലമായ സാംസ്കാരിക ധാർമ്മികത, പ്രബുദ്ധമായ സമൂഹം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് അത് താഴ്ചയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് പറയുന്നുണ്ട്. സാർ, താഴ്ചയുടെ ലക്ഷണമല്ല, അത് പാതാളത്തോളം താന്നിരിക്കുകയാണ് കേരളത്തിൽ. അതിവിടുത്തെ തത്വചിന്തകന്മാരും ബുദ്ധിജീവികളും മനസ്സിലാക്കുന്നില്ല. കാരണം ബുദ്ധിജീവികളിൽ ഭൂരിപക്ഷവും രാഷ്ട്രീയമായ പാർട്ടികളുടെ കാല് തക്കി എന്തെങ്കിലും കാര്യം സാധിക്കാൻ നടക്കുന്നവരാണ്. അവർ ചിന്തിക്കുന്നില്ല. ചിന്തകന്മാരുണ്ട്. സുകുമാരനീക്കോണപ്പുള്ളവരിപ്പോൾ ഉണ്ടോ? സാനുമാഷ പോലുള്ളവരുണ്ടോ? ഇപ്പോൾ ഇവരാരും ഇപ്പോൾ ഇല്ലല്ലോ. അതെല്ലാം ഞങ്ങളെല്ലാം ഇടതുപക്ഷക്കാർ പ്രത്യേകിച്ച് ബഹുമാനിച്ചു തന്നവരാണ് അവരെ എല്ലാവരെയും. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. സാർ, മഹാനായിട്ടുള്ള നമ്മുടെ കവി നേരെ പ്രസാദ് പറഞ്ഞല്ലോ, വയലാറിൻ്റെ സന്തതിയായ വയലാർ രാമവർമ്മയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ മധുര സ്വപ്നങ്ങളെ നീതിശാസ്ത്രങ്ങൾ തിരുത്തിക്കുറിക്കുവാൻ നീള തുടിക്കും പ്രതിജ്ഞാകുലങ്ങളെ. വിദ്യാർത്ഥികളെ പറ്റിയാണ്.
യുവതലമുറയെ പറ്റിയാണ്. അങ്ങനെ യുവതലമുറയുണ്ടോ ഇപ്പോൾ ഇവിടെ? ഈ കേരളത്തിലെ കലാലയങ്ങൾ അങ്ങനെ യുവതലമുറയുണ്ടോ? നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. എൻ്റെ സഹപാഠിയല്ലായിരുന്നു ലോ കോളേജിലെ. ബാലഗോപാലം പഠിച്ച കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ? എവിടെ? കഞ്ചാവും ചരസും അടിച്ച് ഒരു ഭാഗം നശിക്കുകയാണ്. മാധ്യമങ്ങൾക്കാവുന്ന ഒരു പ്രശ്നമേ അല്ല, അവർക്ക് അവിടെ സർക്കുലേഷൻ മാത്രമാണ്. അപ്പോൾ മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ്റെ മധുര സ്വപ്നങ്ങളാണ് ഈ കുട്ടികൾ. എന്ന് മാത്രം നീതിശാസ്ത്രങ്ങൾ, തെറ്റായ നിയമം, വ്യവസ്ഥ തിരുത്തിക്കുറിക്കുന്ന വിപ്ലവകാരികളാണ്. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ വയലാറും പുന്നപ്രയും ഒക്കെ ഉണ്ടായത്. അപ്പോൾ വയലാറിലും പുന്നപ്രയിലെയും രക്ഷാക്ഷണത്തിന് മുമ്പിൽ മൂത്രം ഒഴിക്കുന്ന ആൾക്കാർക്ക് ഇതുവല്ലോ അറിയോ? എന്ത് മാനവധർമ്മമാണ് തിരുത്തി കുറിക്കുന്നത്? അതെല്ലാം ചെയ്യുന്നില്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്ക് ഭാവിയില്ല. ലോകം അത് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ തകർന്നു? ഇവിടെ ഇരിക്കുന്ന UDF-കാർക്കും അതൊരു വിഷമമുണ്ടാവും. കാരണം സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് എന്തെല്ലാം പ്രയോജനമായിരുന്നു, കേരളത്തിൽ പ്രയോജനമായിരുന്നു. ഇറാനിലൊന്നും അമേരിക്ക കയറി കളിക്കത്തില്ലായിരുന്നു സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ. ബംഗ്ലാദേശിനെ ആക്രമിക്കാൻ അമേരിക്കൻ 7ാം കപ്പൽപ്പട വന്നപ്പോൾ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് സോവിയറ്റ് കപ്പൽപ്പട വന്ന് ഇന്ദിരാഗാന്ധി വിളിച്ചു വരുത്തി. ഇൻഡോ റഷ്യൻ കരാറനുസരിച്ച് അമേരിക്കൻ കപ്പൽപ്പട പിൻവാങ്ങിക്കളഞ്ഞു. ആ റഷ്യ ഉണ്ടായില്ല, ഇപ്പം ഇല്ല. അതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചിരിക്കുന്നു? ലോകവ്യാപകമായ ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ക്ഷീണിച്ചു. അങ്ങനെ ചൈനയിലും വിയറ്റ്നാമിലും വടക്കൻ കൊറിയയിലും ക്യൂബയിലുമൊക്കെ ആ കൊടിയെ ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷേ പഴയ സോഷ്യലിസത്തിൻ്റെ ആ രീതിയിൽ മാത്രമല്ല, സോഷ്യൽ ഡെമോക്രസിയുടെ അംശം അതിനകത്ത് ചേർത്തിട്ടുണ്ട് അവർ. നമ്മുടെ രാജ്യം സോഷ്യൽ ഡെമോക്രസിയാണ്. ആ സോഷ്യൽ ഡെമോക്രസിയെ സോഷ്യാലിസ്റ്റ് ഡെമോക്രസിയാക്കി, പീപ്പിൾസ് ഡെമോക്രസിയാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത്. അതാണോ ഇപ്പോൾ നടക്കുന്നത്? ആണോ CPI ആണേ? നിങ്ങൾ ഞങ്ങൾക്ക് SFIയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ? അതാണോ നടക്കുന്നത്? അതിനെപ്പറ്റി അറിയാവുന്ന എത്ര പേരുണ്ട് സാർ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചവർ എത്ര പേരുണ്ട് സാർ? ഇത് പാർട്ടി ക്ലാസ്സുകളിൽ നേതാക്കന്മാർ ഇപ്പോഴും ചോദിക്കണം, നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന്. എല്ലാവരും വായിക്കണം. ബഹളം ഉണ്ടാക്കിയിട്ടൊന്നൊരു കാര്യമില്ല. കൂകി വിളിച്ചൊന്നും ഒരു രാജ്യത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അത് രക്തം ചൊരിയണം, വിഷമിക്കണം. അല്ലെ മഹാത്മാഗാന്ധിയെ പോലെ നിരാഹാര സമരത്തിലൂടെ ബ്രിട്ടനെ മുട്ടുകുത്തിക്കുന്ന പുതിയ സമരരൂപങ്ങൾ കൊണ്ടുവരണം. ഇതേപ്പറ്റിയൊക്കെ വാസ്തവത്തിൽ ഗവർണർക്ക് ഇത് കൂടുതലായിട്ട് വ്യാഖ്യാനിക്കാവുന്നതായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ കേരളത്തിൻ്റെ ഭരണമേഖലയെപ്പറ്റി, സാമൂഹ്യ മേഖലയെപ്പറ്റി കാര്യമായ സ്വയം വിമർശനം ഇതിൽ വന്നിട്ടില്ല എന്ന കാര്യം ഞാൻ ഉന്നയിക്കുകയാണ്. സാർ, യഥാർത്ഥ ധനസ്ഥിതിയെ പറ്റിയുള്ള ധവള പത്രമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കറുത്ത പക്ഷിയിലാണല്ലോ അടിക്കുന്നത്, വെളുത്ത പേപ്പറാണ്. അതിവിടെ ഇറക്കണം സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി കൂടിയല്ലേ, അങ്ങ് ഇറക്കാൻ പറ്റും. ഈ നാടറിയട്ടെ. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ ഒരു നല്ല അഭിപ്രായം വന്നു എന്നുള്ളത് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നതാണ്. ആരും എതിരൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രിയെപ്പറ്റി തികഞ്ഞ ബഹുമാനവും സ്നേഹവും. ഒന്നാമത് സുസ്മേര വദനായി നല്ല എന്താ പറയുന്നത്, അങ്ങനൊരു മുഖ്യമന്ത്രി. അതുകൊണ്ട് എല്ലാവരും, ഞാൻ സുസ്മേര വദനൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ എന്നെ കുറ്റപ്പെടുത്തുകയല്ല. ആ തുടക്കമൊക്കെ വളരെ നന്നായിരുന്നു. ആ മഞ്ഞക്കുറ്റിയൊക്കെ മാറ്റിയത് ഈ കേരളത്തിൻ്റെ ചരിത്രമാണ് സാർ. നമുക്ക് റെയിൽവേ വേണം, അതിന് നമ്മുടേതായ തരത്തിൽ നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അടുക്കള കളയുന്ന പാവപ്പെട്ട സ്ത്രീകളെ ബുദ്ധിമുട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അതിൻ്റെ എല്ലാം ഫലമായിട്ടുള്ളതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ആലപ്പുഴയിലെ തോട്ടപ്പള്ളിയിൽ കോടാനുകോടി രൂപയുടെ കരിമണൽ കൊള്ള നടക്കുകയാണ് വർഷങ്ങളായി. കഴിഞ്ഞ 15 വർഷത്തെ കരിമണൽ കൊള്ള അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാകണം. ആ പണം ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിൽ പോയി, ആരൊക്കെയാണ് ദല്ലാളന്മാർ, അതെല്ലാം വെളിയിൽ കൊണ്ടുവരണം. അത് അവിടുത്തെ തീരപ്രദേശം ഇടിക്കാതെ, നശിപ്പിക്കാതെ ആ കരിമണൽ എങ്ങനെ കടലിൽ ഈ തിരമാല വരുന്ന അങ്ങോട്ട് മാറിയിട്ട് വലിയ ഉരുക്ക് കൊണ്ടുള്ള വലിയ സംവിധാനമൊക്കെ ഉണ്ടാക്കി അതിനകത്ത് വന്ന് വീഴും ഈ കരിമണൽ. അത് ശാസ്ത്രീയ സംവിധാനങ്ങളുണ്ട്, അത് നമുക്കെടുക്കാം. അത് കോടാനുകോടി നവോത്ഥാന കേരളം എന്നൊന്നും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പുതിയൊരു ഉണർവെന്നാണ് അതിൻ്റെ അർത്ഥം. അത് യൂറോപ്പിലാണ് ആദ്യം ഉണ്ടായതെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് തുർക്കി എന്ന് പറയുന്ന മഹത്തായ ആ രാജ്യത്തെ ബാർബേറിയൻസ് ആക്രമിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറി ഇസ്താംബുളിലായിരുന്നു. ആ ലൈബ്രറി തീ വെച്ചപ്പോൾ യൂറോപ്പിൽ നിന്ന് പ്രത്യേകിച്ചും ലോകത്തിൻ്റെ നാനാഭാഗത്തോടെ അവിടെ ഗവേഷണം നടത്താൻ പറ്റുന്ന പണ്ഡിതന്മാർ ഈ പുസ്തകവുമായി ഇവിടെ നാട്ടിലേക്ക് പോയി കിട്ടിയതുമായി അങ്ങനെ യൂറോപ്പിൽ കൊണ്ടുപോയി. അങ്ങനെയാണ് 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും നവോത്ഥാനം ഉണ്ടായത്.
ഷേക്സ്പിയറും മാർലോയൊക്കെ എന്നെ സന്തതികളായിരുന്നു. പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നു. അതാണ് നവോത്ഥാനം, പുതിയൊരു ഉദ്ധാരമാണ്. അല്ല വെറുതെ ഒരു സർക്കാർ വന്നു അപ്പോൾ ഞങ്ങൾ നവോത്ഥാനമാണ്. നിങ്ങൾ എഴുന്നേറ്റിട്ട് ഇരിക്കുന്നതാണോ നവോത്ഥാനം? അല്ല ഇരുന്നിട്ട് എഴുന്നേക്കുന്നതാണോ? ഇതൊക്കെ ചുമ്മാ അതോ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവർ പറഞ്ഞു കൊടുക്കുന്ന എഴുതി വെക്കുകയാണ്, പ്രസംഗിക്കാണ് കാണുന്നത്. അതൊന്നുമല്ല നവോത്ഥാനം.